ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഇവ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അതിൻ്റെ തൊട്ടരികത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിനെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കണ്ടില്ലേ, ഒരു 3 കിലോ മട്ടൺ മേടിച്ചിട്ടുണ്ട്. മട്ടൺ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് മസാലക്കൂട്ട് പരിചയപ്പെടാം. ഉള്ളി, മുന്തിരി, അണ്ടിപ്പരിപ്പ്, തക്കാളി, വറുത്ത ഉള്ളി, മല്ലിച്ചപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇഞ്ചി പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്. ഉള്ളിയൊക്കെ വരട്ടിയെടുക്കാം. അപ്പം അതിനായി ഞാനൊരു വലിയ പാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നെയ്യ് ഇല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള എണ്ണ ഉപയോഗിക്കാം. അപ്പം നമ്മൾ ഉള്ളി നല്ല ഗോൾഡൻ കളറായിട്ട് വരട്ടി എടുക്കണം. അത് ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് അതിൻ്റെ കൂടെ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഒക്കെ ചതച്ച് വെച്ചിട്ടില്ല നമ്മൾ, അത് ചേർത്തിട്ട് നല്ലപോലെ വരട്ടിയെടുക്കുക. അതിൻ്റെ പച്ചമണം പോണ വരെ വരട്ടിയെടുക്കുക. അപ്പം നമ്മൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം പോയിട്ടുണ്ട്. നമുക്കതിൽ ടൊമാറ്റോ ആഡ് ചെയ്യാം. നമുക്ക് കഴുകി വെച്ച മട്ടൺ ആഡ് ചെയ്യാം. നമുക്ക് ഈ മസാലക്കൂട്ട് ചൂടാക്കിയിട്ട് എടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല നല്ലപോലെ ചൂടാക്കിയിട്ട് എടുക്കുക. അതിൻ്റെ പച്ചമണം പോകണം. അപ്പോൾ നമുക്ക് ചൂടാക്കിയ മസാല മട്ടൻ്റെ കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. അപ്പം നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. എന്തായാലും നമുക്ക് അരമണിക്കൂർ ഇത് വേവിക്കാം. എന്തായാലും അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ നോക്കാം. മട്ടൺ നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പം നമ്മുടെ അടുത്ത പരിപാടി ദമ്മിടലാണ് കേട്ടോ. ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇത് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്ന നാടൻ നെയ്യാണ്. ആ നെയ്യ് ഒഴിക്കുക. പിന്നെ നമ്മൾ മട്ടനും ചോറും ലെയറായിട്ട് ഇടുക. അപ്പം ഞാൻ ചോറിന് കളർ വരാനായിട്ട് ഉപയോഗിക്കുന്നത് 1 ഗ്ലാസ് പച്ചപ്പാലിൽ 1 നുള്ളു കുങ്കുമപ്പൂ ഇട്ട് നല്ലപോലെ ഇളക്കി വെക്കുക. ഇളക്കിയിട്ട് ഒരു 10-20 മിനിറ്റോളം നമ്മൾ വെച്ചാലേ നല്ലപോലെ കളറ് ഇളകത്തുള്ളൂ.
ഏകദേശം ഒരു 20 മിനിറ്റ് ദമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. അതൊക്കെ നമുക്ക് ദമ്മ് പൊട്ടിക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, അടിപൊളി സ്മെല്ലാണ്. നല്ല ഒരു ബിരിയാണിയുടെ സ്മെല്ലൊക്കെ ഉണ്ട്. നമുക്കൊരു പണി ചെയ്യാം, സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണി അടിപൊളിയായിരുന്നു. നിങ്ങൾക്കെല്ലാം ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.